ഹായ് ഗൈസ്, എല്ലാവർക്കും ഷെഫ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. സാറ്റർഡേ മോർണിംഗ് ആണ്. നമ്മളിന്ന് രാവിലെ വർക്കിന് പോകട്ടോ. ഇന്ന് രാവിലെ തൊട്ട് ഫുൾ മഴയാണ്. രാവിലെ തൊട്ട് മഴ. ഇപ്പോഴോട്ട് മഴ ചെറുതായിട്ടൊന്ന് കുറഞ്ഞേ. ഞാൻ എൻ്റെ വാൻ പാർക്ക് ചെയ്തെടുത്തിട്ട് പോവാം. യൂഷ്വലി നമ്മൾ സാറ്റർഡേ കുറച്ച് നേരം ഡെലിവറി ചെയ്യാറുണ്ട് കേട്ടോ. മൺഡേയിലെ തിരക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. വണ്ടിയൊക്കെ ആ കലമ്പായി കിടക്കും. വണ്ടിയുടെ ഉള്ള ആ കലമ്പാണ് കേട്ടോ. നമ്മൾ സാറ്റർഡേ ഈവനിങ്ങോ അല്ലെങ്കിൽ സൺഡേ മോർണിംഗോ ഒക്കെയാണ് വണ്ടി ക്യാബിൻ ക്ലീൻ ചെയ്യാറ്. ഈ ഡ്രിങ്ക്സിൻ്റെ വെള്ളത്തിൻ്റെ കുപ്പികളും അതുപോലെ എന്താ പറയുക പേപ്പറുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വണ്ടിയിലുണ്ട് കേട്ടോ. അപ്പടി അപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് രാവിലെ ഡിപ്പോയിലേക്ക് പോകട്ടോ. ഇന്നിപ്പോൾ സമയം സമയം 8:38. സാറ്റർഡേ ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു സമയമാകുമ്പോൾ പോയാൽ മതി കേട്ടോ. 9:30 ആകുമ്പോൾ ഡിപ്പോ ക്ലോസ് ചെയ്യും. നമുക്ക് അതിനാകുമ്പോൾ കുറച്ച് റെസിഡൻസിലും പിന്നെ അത്യാവശ്യം കുറച്ച് ബിസിനസ്സുകളും മാത്രം എടുത്ത് സാറ്റർഡേ ചെയ്യാറുള്ളൂ കേട്ടോ. സോ അതുകൊണ്ട് ഇത്രയും വൈകി പോണേ. നമ്മൾ നേരെ ഡിപ്പോയ്ക്ക് പോവാം. എനിക്ക് തോന്നുന്നു ഇന്ന് ഫുൾ ഡേ മഴയായിരിക്കും. മഴയത്ത് ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞാൽ വേറൊരു രസം. നനഞ്ഞ് ചീഞ്ഞ്. അപ്പോൾ നമുക്കിനി ഡിപ്പോയിൽ ചെന്നിട്ട് കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ ഡിപ്പോയിൽ എത്തി കേട്ടോ. വണ്ടി ഒന്ന് പാർക്ക് ചെയ്യട്ടെ. സോ നമ്മുടെ ഏരിയയിൽ ഇന്ന് അധികം പാഴ്സലില്ല കേട്ടോ. ഇന്ന് വലിയ തിരക്കില്ല കണ്ടിട്ട്. നമുക്കിപ്പോൾ പെട്ടെന്നൊന്ന് സോർട്ട് ചെയ്തിട്ട് പരിപാടികൾ തുടങ്ങാം. നമുക്കിന്ന് വന്നേക്കണ പാഴ്സലാണ് കിടക്കണം മൊത്തം. അപ്പം ഇന്ന് അധികം പാഴ്സലില്ല. നമുക്ക് പെട്ടെന്ന് സോർട്ട് ചെയ്യാം. അതിൻ്റെ റെസിഡൻഷ്യലും കാര്യങ്ങളും നമുക്ക് വണ്ടിയിട്ട് കയറ്റാനുള്ള കയറ്റാം. ഇനിയിപ്പോൾ നാളെ സൺഡേ കുറച്ച് ഫ്രൈറ്റ് വരും. അപ്പോൾ അതുകൊണ്ട് കൂടി മൺഡേയിൽ ഈസി ആയിരിക്കും. സോ നമുക്ക് പെട്ടെന്ന് ഇതങ്ങ് സോർട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ പാഴ്സലെല്ലാം സോർട്ട് ചെയ്ത് വെച്ചു കേട്ടോ. എല്ലാം സെപ്പറേറ്റായിട്ട് സോർട്ട് ചെയ്ത് വെച്ചു. പിന്നെ സമയമില്ലാത്തതുകൊണ്ട് നമ്മുടെ വാനിയിട്ട് പാഴ്സലെല്ലാം ഇങ്ങനെ ചുമ്മാ റഫായിട്ട് ഇട്ടേക്കുക. പിന്നെ പോരാതെ നമ്മുടെ വണ്ടി ഒന്ന് അലൈൻമെൻറ്റ് ചെയ്യാൻ അതുപോലെ തന്നെ ടയർ മാറാനൊക്കെ കൊടുക്കാമല്ലോ. അപ്പോൾ നമുക്ക് ഈ പാഴ്സലെല്ലാം നമ്മുടെ ചെറുവാനായിട്ട് മാറ്റണം കേട്ടോ. അപ്പോൾ സമയം ഇപ്പോൾ 9:00. നമ്മളിവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങും. ഗേറ്റൊക്കെ ക്ലോസ് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറുവാൻ ഇതാട്ടോ. ചെറുവാനിട്ട് നമ്മുടെ പാഴ്സലൊക്കെ മാറ്റി. ഇനിയിപ്പോൾ ഈ വണ്ടി ടയർ മാറാൻ വേണ്ടി നമുക്ക് ഇവിടെ കൊണ്ടുവിടണം. ഈ വണ്ടി ടയർ മാറാനായിട്ട് നമ്മൾ ചെറുവണ്ടിയിലാട്ടോ ഒന്ന് ഡെലിവറി ചെയ്യണേ. അധികം ഡെലിവറി ഒന്നുമില്ല. ഒരു 3-4 റെസിഡൻഷ്യേ ഉള്ളൂ. അതെല്ലാം കൺസൈൻമെൻറ്റുകളായതുകൊണ്ട് തിങ്കളാഴ്ച ഈസി ആകാൻ വേണ്ടി ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. നമ്മളങ്ങനെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം അങ്ങനെ വാനിൻ്റെ ടയർ മാറി. അതുപോലെ എന്താ ചെയ്യുക, ചെറുവാനിലായിരുന്നു ഡെലിവറി. അതായത് അധികമൊന്നും ഉണ്ടായിരുന്നില്ല. 3-5 വീടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അത് കഴിഞ്ഞു. നമ്മുടെ വീട്ടിൽ വന്നു കേട്ടോ. വണ്ടിയുടെ ടയർ അങ്ങോട്ട് മാറി കേട്ടോ. നല്ല കരിമ്പുത്തൻ ടയർ. ഇനിയിപ്പോൾ കുറച്ച് പരിപാടികളുണ്ട്. നമ്മുടെ വാനിൻ്റെ ഉള്ളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഫുൾ അലമ്പായിട്ട് എടുക്കും. എല്ലാം ഉച്ച കഴിഞ്ഞ് ചെയ്യാം. രാവിലെ ഇനി വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല. ഇപ്പോൾ ഇവിടെ സമയം 12 മണിയായി. നമുക്കിനി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് വാൻ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് എല്ലാം സെറ്റാക്കാം. അങ്ങനെ നമ്മൾ ഇന്നത്തെ നമ്മുടെ പണിയൊക്കെ തീർത്ത് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ. നമ്മുടെ വണ്ടിയുടെ ഉള്ളൊക്കെ നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എല്ലാ പൊടിയും തുടച്ചെല്ലാം സെറ്റാക്കി കേട്ടോ. നമ്മുടെ വീടിൻ്റെ നമ്മൾ വണ്ടി പാർക്കിങ്ങിന് കൊടുത്ത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ ക്യാബിനൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്.
അങ്ങനെ ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. വണ്ടി ലോക്ക് ചെയ്തു, നമ്മുടെ വീട്ടിയിട്ട് പോവാം. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു മരം കേട്ടോ, നല്ല ഹൈറ്റ് ഉണ്ട്. ഈ മരം നട്ടത് എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, കണ്ടോ, 1915 നട്ട മരം അത്. അപ്പോൾ എത്ര വർഷമായില്ലേ. ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള മരം കേട്ടോ. അപ്പം ഇനി നേരെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. സാറ്റർഡേ നമ്മൾ വീട്ടിയിട്ട് പോവാണ്. ഇനി വേറെ പ്രത്യേകിച്ച് പ്ലാനോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനി എന്നായാലും ഒരു അടിപൊളി കിടുക്കാച്ച് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.